ശ്രീ ആദർശ്, ഈ സമരം ഇതിന്റെ അനുരണനങ്ങൾ ഏതൊക്കെ തലങ്ങളിലേക്കാണ്? സൈബർ ബുള്ളിങ്ങിനെ എല്ലാം പറ്റി പറയുന്നുണ്ടല്ലോ. ഇവിടെ സൈബർ ബുള്ളിങ്ങിന്റെ എല്ലാം കാര്യം പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞത് ടൊവിനോയുടെ വീട്ടിലേക്ക്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനാണ്, ടൊവിനോയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ഇതിന് പിന്തുണച്ച ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് അറ്റാക്ക് നടത്തുന്നു. എന്ത് രസകരമായിട്ടാണ് ഇതിനെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നത്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത്. അത് ആദർശ് പറയട്ടെ, താങ്കൾ നിങ്ങളിത് കാണാത്തത് കൊണ്ടാണ്. ഇതൊരു അധിക്ഷേപമായി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. ഈ അധിക്ഷേപങ്ങളിലൂടെ നടക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. അത് നിങ്ങൾ തിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന്, ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സമരമല്ല. ഇത് രാജ്യവ്യാപകമായി ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകും. കാരണം എന്താ? കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷം മോദിയുടെ ഭരണം എത്ര സ്കൂളുകളാണ് ഇന്ത്യയിൽ പൂട്ടപ്പെട്ടു? 1,20,000 സർക്കാർ സ്കൂളുകൾ പൂട്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ പൂട്ടപ്പെട്ട സംസ്ഥാനം ഏതാ? അത് ഉത്തർപ്രദേശ്. നേരത്തെ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ല. അവിടെ SFI സമരത്തിലാ. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SFI അവിടെ സമരത്തിലാവും. നിങ്ങളുടെ ഉത്തർപ്രദേശിൽ, നിങ്ങളുടെ യോഗി ആദിത്യനാഥ് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശിൽ, ഏറ്റവും സ്കൂൾ പൂട്ടിയ മധ്യപ്രദേശ്, അവിടെ കൺവെൻഷൻ നടത്തി 1000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ട് അവിടെയും സമരത്തിലെ SFI. നിങ്ങളപ്പോ ആ നിലയിൽ അവതരിപ്പിക്കുമ്പോ ആ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 10 വർഷത്തെ ഈ NTA 2018 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നത് 2018. 2018 മുതൽ 2026 വരെ 89-ലധികം പേപ്പർ ലീക്കുകൾ ഉണ്ടായി. 40-ലധികം പുനർപരീക്ഷകൾ നടത്തി. അത് ഒരു പരാജയപ്പെട്ട ഏജൻസിയായി മാറി. അപ്പോ ഈ നിലവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യമാണ്. അതിൽ ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ഭാഗമായി മുട്ടുമടക്കേണ്ടി വന്നു. അതോടൊപ്പം അവസാനിക്കപ്പെടുന്ന ഒരു സമരം കൂടിയല്ല ഇത് രാജ്യവ്യാപകമായി തുടരുന്ന ഒരു സമരം കൂടിയാണ്. എന്താ നാഷണൽ, നിങ്ങൾ എത്ര ബില്ല് അവതരിപ്പിച്ചോ എന്നതിലല്ല കാര്യം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കെ ജെ കൂടെ പറഞ്ഞു, 29 പേരെ ഡെപ്യൂട്ടേഷൻ വെച്ച്, 29 പേർ മാത്രം. അത് ഡെപ്യൂട്ടേഷനിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ, ഗവേഷക ഫെലോഷിപ്പ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നെറ്റ് പരീക്ഷകൾ, അതോടൊപ്പം തന്നെ CUT എൻട്രൻസ് പരീക്ഷകൾ, നീറ്റ് പരീക്ഷകൾ, നെറ്റ് പരീക്ഷകൾ ഉൾപ്പെടെ നടത്തുന്നത് 29 പേർ മാത്രമുള്ള ഡെപ്യൂട്ടേഷനുള്ള ഒരു ഏജൻസി. അത് ആദ്യം അവസാനിപ്പിക്കേണ്ടത് എന്താ? ആ ഏജൻസി പിരിച്ചുവിടാൻ തയ്യാറാകണം. ആ ഏജൻസി എപ്പോഴൊക്കെയാണോ പരീക്ഷ നടത്തിയത്, ആ നടത്തിയ പരീക്ഷകളുടെ ഇരട്ടോളം തന്നെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻകപ്പാസിറ്റി ഉള്ള ഒരു സംവിധാനമാണത്. അത് പിരിച്ചുവിടും. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് തീവ്രവാദികൾ, എന്തോ വിഘടനവാദികൾ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ശൈലി ഉണ്ടല്ലോ, അത് നിങ്ങൾ തിരുത്താൻ വേണ്ടി. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാകുവാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയ വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്താ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? എന്ത് മുന്നേറ്റമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം പോയിട്ട് വന്നതെന്ന് പരിശോധിക്ക്. ഇത്രയും സർക്കാർ സ്കൂൾ പൂട്ടുന്നതാണോ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. രാജ്യത്ത് 6 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ സ്കൂളിൽ ഇന്ന് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഇല്ല. 22ഓളം വരുന്ന വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രതിഫലനം. 22 ലക്ഷം വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആപത്തിലേക്ക് തള്ളി നീക്കിയതാണോ ഈ നാഷണൽ എഡ്യൂക്കേഷന്റെ പ്രത്യേകത? ഒഡീഷയില് കുറച്ച് നാളുകൾ മുമ്പാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സംസ്ഥാനമാണല്ലോ ഒഡീഷ. 1700 മിസ്റ്റേക്കുകളാണ് പാഠപുസ്തകങ്ങളിൽ വന്നത്. 800 മിസ്റ്റേക്കുകൾ, 8ാം ക്ലാസ് പാഠഭാഗങ്ങളിൽ 800 മിസ്റ്റേക്കുകൾ. അവിടുത്തെ കുട്ടികളെടുത്ത് ആരാണ് ആദ്യ വിമാനം പറത്തിയതെന്ന് ചോദിച്ചാൽ അത് എയിൻസ്റ്റീൻ എന്നാണ് ആ പുസ്തകത്തെ അച്ചടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഇതാണോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല, നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസി 2020 കഴിഞ്ഞ 4-5 വർഷങ്ങളായി നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളുകയാണ്. കേന്ദ്ര സർവകലാശാലകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല IIT ഉൾപ്പെടെ സ്ഥിര നിയമനം ഇല്ല. നിങ്ങൾ പരിശോധിക്ക്. നിങ്ങളുടെ മന്ത്രിയോട് തന്നെ നമ്മുടെ MP-മാർ ചോദിച്ച ഉത്തരത്തിന് കൊടുത്ത മറുപടിയാണ് അതൊക്കെ. ഇതാണോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല ഇത്, നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസി. രാജ്യത്തെ വിദ്യാർത്ഥികളെ പഠന സംവിധാനത്തിന് പുറത്താക്കുന്നതിനുള്ള പോളിസി. തീർച്ചയായും.